ദൈവത്തിൻ്റെ സ്വന്തം നാടെന്ന് പറയുന്ന നമ്മുടെ ഈ കൊച്ചു കേരളം എന്ത് മനോഹരമാണ് അല്ലേ? പണ്ടൊക്കെ കാണാൻ അതിമനോഹരമായിരുന്നു. പച്ചപ്പൊക്കെ നിറഞ്ഞ തെങ്ങുകളൊക്കെ കൊണ്ട്, വയലുകളൊക്കെ കൊണ്ട് നിറഞ്ഞ മനോഹരമായ ഒരു സ്വർഗ്ഗഭൂമിയായിരുന്നു. പക്ഷെ ഇന്ന് അതിനൊക്കെ ഈ കാലത്തിലൊക്കെ ഒരുപാട് മാറ്റം സംഭവിച്ചിട്ടുണ്ട്. ഞാൻ ഇപ്പോൾ തലസ്ഥാന നഗരിയിലാണ് ഞാൻ താമസിക്കുന്നത്. പണ്ടൊക്കെ ഞാൻ ഇവിടെ വന്നിരുന്ന സമയത്ത് കുറേ ഈ പറഞ്ഞതുപോലെ ഈ അന്നത്തേക്കാ കാലത്തുണ്ടായിരുന്ന ബൈപ്പാസൊക്കെ അവിടെ കുറേ കാടുകളൊക്കെ ആയിരുന്നു. ഇപ്പോഴാണ് ബൈപ്പാസൊക്കെ ആയി കുറച്ചുകൂടി വിപുലീകരിക്കുകയും IT പാർക്കുകൾ വരികയും, ഇൻഫോസിസ്, UST, ടെക്നോ പാർക്ക്, പിന്നെ കുറേ ഫ്ലാറ്റുകൾ ഇതൊക്കെ വരികയും, ലുലു, ഇത്തരത്തിൽ ആ ഒരു ഹൈവേ വികസനത്തോടനുബന്ധിച്ച് ആ ഒരു ഏരിയ ഫുള്ള് കഴക്കൂട്ടം ഇങ്ങോട്ടൊക്കെയുള്ള ഏരിയ ഭയങ്കരമായിട്ട് വികസിച്ച് ഇനിയിപ്പോൾ വിഴിഞ്ഞം തുറമുഖം വരുന്നു. വികസനം എപ്പോഴും നല്ലതാണ്. പക്ഷേ വികസനം നടക്കുമ്പോഴും നമ്മൾ സൂക്ഷിക്കേണ്ടതായിട്ടുള്ള, നമ്മുടെ ഭൂമിയെ സംരക്ഷിക്കേണ്ടതായിട്ടുള്ള ചില കാര്യങ്ങളുണ്ട്. തിരുവനന്തപുരത്തെ ഏറ്റവും പ്രധാന, എല്ലാവർക്കും അറിയാം, തിരുവനന്തപുരം ബൈപ്പാസ് വഴി വരുന്നവർക്ക് എല്ലാവർക്കും അറിയാം, അവിടെ ഒരു കായലുണ്ട്, ആക്കുളം കായൽ എന്ന് പറയും. വളരെ മനോഹരമായ കായലാണ്. ഒരു കാലത്തൊക്കെ അതിലെ ഈ പറഞ്ഞ ബോട്ട് യാത്രകളും സഞ്ചാരികൾക്ക് ബോട്ട് യാത്രകളും മറ്റുമൊക്കെ നടത്തിയിരുന്നു. പക്ഷേ ഇന്ന് ആ കായലിൻ്റെ അവസ്ഥ വളരെ ദുരന്തപൂർണമായിട്ടുള്ള അവസ്ഥയാണ്. ആ ഒരു ആക്കുളം ഏരിയയിൽ ഒരു കുറച്ച് ചതുപ്പ് നിറഞ്ഞ പ്രദേശമാണ് അവർ, കാരണം കടലും കായലും ഒക്കെ ആയിട്ട് കിടക്കുന്നതുകൊണ്ട് ചതുപ്പ് നിറഞ്ഞ പ്രദേശത്താണ്. ഈ ചതുപ്പ് നിറഞ്ഞ പ്രദേശത്താണ് ഒരുപാട് ബിൽഡിങ്ങുകൾ കെട്ടുന്നത്. ഫ്ലാറ്റുകളാണ് ഏറ്റവും കൂടുതൽ കെട്ടുന്നത് അവിടെ. കാരണം IT മേഖലയുമായി ബന്ധപ്പെട്ടൊക്കെ കിടക്കുന്നുണ്ട്. ഒരുപാട് പേര് താമസിക്കുന്ന സൗകര്യവും അതുപോലെ തന്നെ നല്ലൊരു വ്യൂ ഒക്കെ ഉള്ളതുകൊണ്ട് ഒരു ഫ്ലാറ്റല്ല, 2 ഫ്ലാറ്റല്ല, അവിടെ വന്നു കഴിഞ്ഞാൽ നമ്മൾ ഗൾഫിൻ്റെ ഒരു പ്രതീതിയാണ്. അത്രയ്ക്ക് ഫ്ലാറ്റുകളാണ് അവിടെ കെട്ടിപ്പൊക്കുന്നത്. ഈ ചതുപ്പിലാണ് പലതും പൈലിംഗ് ഒക്കെ ചെയ്ത് പാറകളൊക്കെ, അതിനപ്പുറം പാറകളൊക്കെ പൊട്ടിച്ച് ഒക്കെയാണ് ഈ ഫ്ലാറ്റുകൾ കെട്ടിപ്പൊക്കുന്നത്. പലതും അനധികൃതമായിട്ട് കെട്ടുന്ന പല ബിൽഡിങ്ങുകളുണ്ട്. അതൊക്കെ നമുക്കൊരു വിധത്തിൽ സഹിക്കാം. പക്ഷേ ഇപ്പോൾ ആ കായലില്ല, കായൽ അപ്രത്യക്ഷമായിക്കൊണ്ടിരിക്കുകയാണ്. കാരണം മാത്രമല്ല ഈ കായലിൽ നമ്മൾ ഈ ഭംഗി മാത്രമല്ല, ആ ഒരു ഏരിയയിൽ ഈ ചതുപ്പും കൂടെ ആയതുകൊണ്ട് നന്നായിട്ട് ഈ പ്രളയവും കാര്യങ്ങളും ഒക്കെ വരുമ്പോൾ പെട്ടെന്ന് വെള്ളം പൊങ്ങാനുള്ള സാധ്യതയുണ്ട്. തെറ്റിയാറ്, ഈ ആക്കുളം കായൽ, ഇതൊക്കെ കൊണ്ടാണ് ഈ കാറും കായലും ഒക്കെ ഉള്ളത് കൊണ്ടാണ് അധികം പണ്ട് കാലങ്ങളിൽ അവിടെ വെള്ളം പൊങ്ങാതെ ഈ കായൽ ഈ വെള്ളത്തിനെ അത്രയും ഏറ്റെടുക്കുകയാണ് ചെയ്യുന്നത്. അത്രയ്ക്ക് ഒരു പ്രകൃതി സംരക്ഷണ അല്ലെങ്കിൽ നമ്മുടെ ആ ഒരു സ്ഥലത്തെ സംരക്ഷിക്കുന്ന ഒരു കായൽ കൂടിയാണ് ആക്കുളം കായൽ എന്ന് പറയുന്നത്. പക്ഷേ ഇന്നിപ്പോൾ അങ്ങനെയല്ല. അവിടെ ഒരു മഴ പെയ്ത് കഴിഞ്ഞാൽ അവിടെ എല്ലാം വെള്ളം പൊങ്ങും. കഴിഞ്ഞ പ്രളയ സമയത്തൊക്കെ ബോട്ടൊക്കെ ഇട്ടാണ് അവിടുത്തെ ഓരോ ഏരിയയിലുള്ള ആൾക്കാരെയൊക്കെ എടുത്തുകൊണ്ട് പോവുകയൊക്കെ ചെയ്തത്. കാരണം അത്രയ്ക്ക് ഒരു പ്രളയം വന്നപ്പോഴേ വെള്ളം പൊങ്ങുക ആൾക്കാർക്ക് അതിശയമായിരുന്നു. കാരണം കാലകാലങ്ങളായിട്ട് താമസിക്കുന്നുണ്ട്, പിതൃക്കളായിട്ട് അവിടെ താമസിച്ച അതിൻ്റെ മക്കളുടെ മക്കളും ഒക്കെ ആയിട്ട് താമസിച്ചവർക്ക് ഇതൊക്കെ ഒരു അതിശയമായിരുന്നു. ആദ്യമായിട്ടാണ് എന്തോരം മഴകളും കാര്യങ്ങളൊക്കെ വന്നു, പക്ഷെ ആദ്യമായിട്ട് വെള്ളം പൊങ്ങിയപ്പോൾ എല്ലാവർക്കും വലിയ ഭയം തോന്നി. കാരണം ഇതെന്താണ് സംഭവിക്കുന്നത്? അതിന് കാരണം ഒന്നേ ഉള്ളൂ. തെറ്റിയാറെന്ന് പറയുന്ന ആ ഒരു ആറിനെ പലപ്പോഴായി പല വമ്പൻ കെട്ടിടങ്ങൾ വന്ന് അവിടെ പലയിടത്തായിട്ട് അടച്ചടച്ച് ആ ആറിനെ ചുരുക്കി ചെറിയ തോടാക്കി, ആ തോടിനെയും ചുരുക്കി ഇപ്പോൾ ചെറിയ അരുവി പോലെ ആക്കിയാണ് വിട്ടിരിക്കുന്നത്. പലയിടത്തും വെള്ളമില്ല. കാരണം ഇതൊക്കെ കെട്ടിവെച്ച് കഴിഞ്ഞാൽ പിന്നെ ഈ ഒഴുകാനുള്ള വെള്ളമില്ല. അപ്പം പിന്നെ ഈ പ്രളയം അല്ലെങ്കിൽ മഴയൊക്കെ വരുമ്പം സ്വാഭാവികമായിട്ടും വരുന്ന വെള്ളങ്ങൾ പോകാൻ സ്ഥലമില്ലാതാകുമ്പോഴത്തേന് ഇത് സ്പ്രെഡായി പല ഏരിയകളിലേക്ക് കിടക്കുകയും വീടുകൾ മുങ്ങുകയും. പക്ഷേ എന്നാൽ ബിൽഡിങ്ങുകൾക്ക് കുഴപ്പമില്ല. കാരണം ഫ്ലാറ്റുകളൊക്കെ വലിയ ഉയരത്തിൽ വലിയ രീതിയിൽ പ്രളയമൊന്നും ഉണ്ടാകാത്ത രീതിയിൽ മുങ്ങാത്ത രീതിയിൽ വെച്ചിട്ടുണ്ട്. പക്ഷേ പണ്ട് കാലം മുതൽ കഷ്ടപ്പെട്ട് വീട് വെച്ചവരുടെയൊക്കെ അവസ്ഥ ഒരു നില മൊത്തം പൊങ്ങുന്ന അല്ലെങ്കിൽ വെള്ളം കൊണ്ട് നിറയുന്ന ഒരവസ്ഥയിലേക്ക് മാറിയിരിക്കുകയാണ്. മാത്രമല്ല ഈ ആക്കുളം കായൽ, നമുക്കറിയാം ലുലു ഒക്കെ വന്നപ്പോൾ തന്നെ ഒരുപാട് ഈ ആക്കുളം കായലുമായ സ്ഥലം ലുലുവിന് കുറച്ച് പോയി. ഇത്തരത്തിലുള്ള പല വമ്പൻകാരും അങ്ങനെ പല കേസുകൾ അവിടെ നടക്കുന്നുണ്ട്. ഏതായാലും ആക്കുളം കായലിൻ്റെ അവസ്ഥ ഇപ്പോൾ പരിതാപകരമാണ്. ഇത് പ്രത്യേകിച്ച് തിരുവനന്തപുരം കോർപ്പറേഷൻ മേയർ ആര്യ രാജേന്ദ്രനും കൂടെ അറിയത്തക്ക രീതിയിലാണ് ഈ ഒരു വാർത്ത. ഞാൻ ഇന്ന് ഇത് ജന്മഭൂമിക്കകത്താണ് ഈ ഒരു വാർത്ത കണ്ടത്. ഇതിൻ്റെ ഈ ഒരു സംസ്ഥാന വെറ്റ്ലാൻഡ് അതോറിറ്റിയുടെ കണക്കനുസരിച്ച് 17 ഇനം സസ്യങ്ങളും 33 ഇനം മീനുകളും 65 ഇനം ചിത്രശലഭങ്ങളുമാണ് ഈ ആക്കുളം കായലിലുള്ള അതിൻ്റെ ഒരു പ്രകൃതിയുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന ജീവജാലങ്ങൾ എന്ന് പറഞ്ഞിരുന്ന ഒരു കാലത്ത്. പക്ഷേ ഇപ്പോൾ ആ ഒരു കലവറ, ആ ഒരു ജൈവ സാന്നിധ്യമുള്ള കലവറകളൊക്കെ അശേഷം ഇല്ല എന്നുള്ളത് തന്നെയാണ് പറയുന്നത്. ഈ മീനുകളൊക്കെ 15 ഇനം 30 വർഷങ്ങൾക്കിടയിൽ 15 ഇനം
ഇനത്തിൽപ്പെട്ട മത്സ്യങ്ങളാണ് ഈ കായലിൽ നിന്ന് അപ്രത്യക്ഷമായിരിക്കുന്നത്. മാത്രമല്ല 245 ഏക്കറായിരുന്നു ഇതിൻ്റെ ഈ ഒരു കായലിൻ്റെ വിസ്തൃതി. പക്ഷേ ഈ 1950 കാലങ്ങളിലൊക്കെ 245 ഏക്കറായിരുന്നു. പക്ഷെ ഇപ്പോൾ അത് 145 ഏക്കറോളം ചുരുങ്ങിയിരിക്കുകയാണ്. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കുക, 100 ഏക്കറോളം എവിടേക്ക് പോയി? 100 ഏക്കർ, ഒന്ന് ചിന്തിക്കുക, 100 ഏക്കർ സ്ഥലം ഈ കായലിൻ്റെ വിസ്തൃതി കുറഞ്ഞിരിക്കുകയാണ്. ആ സ്ഥലം എങ്ങോട്ടേക്കാണ് പോയത്? എങ്ങും പോകാനില്ല. അടുത്തടുത്തുള്ള പ്രദേശങ്ങളിലെ പല മുതലാളിമാരും പല ഇത്തരത്തിലുള്ള ഫ്ലാറ്റ് നിർമ്മാണ കമ്പനികളും അത്തരത്തിലുള്ള ആൾക്കാരൊക്കെ മാന്തി ഏറ്റെടുത്തു എന്ന് തന്നെ പറയാം. ആ കായലിനെ വളരെയധികം ചുരുക്കി അതിനെ മലിനപ്പെടുത്തി. ഈ മിക്ക ചവറ് കൂമ്പാരങ്ങൾ എറിയുന്നത് ഈ കായലിലോട്ടാണ്. ഇതിനകത്ത് ഈ പറഞ്ഞോണം ആഫ്രിക്കൻ പായൽ, കുളവാഴയൊക്കെ വളർന്ന് നിൽക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഇതിനകത്ത് നൈട്രജൻ്റെയും കാർബണിൻ്റെയൊക്കെ അനുപാതം ക്രമാതീതമായി വളർന്നിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഇതിനകത്തെ മത്സ്യങ്ങളായാലും ഈ ജീവജാലങ്ങളൊന്നും ഇതിനകത്ത് വളരാൻ ഇതുങ്ങൾക്ക് സാധിക്കില്ല. കാരണം ഈ പായൽ ഇങ്ങനെ വളർന്ന് ഈ എന്താ പറയുന്നത് കുളവാഴകളൊക്കെ വളർന്ന് നിൽക്കുന്നത് കൊണ്ട് ഇതിനകത്ത് ജീവജാലങ്ങൾ നിൽക്കില്ല. പക്ഷേ ഇത് നേരത്തേക്ക് ഈ കുളവാഴകൾ വളരുമ്പോൾ കുറേയൊക്കെ ഇത് റിമൂവ് ചെയ്യുന്നു. പക്ഷെ പിന്നീട് ഇപ്പോൾ അതൊന്നുമില്ല. ഇപ്പം മൊത്തത്തിൽ ഇതുകൊണ്ട് നിറഞ്ഞിരിക്കുകയാണ്. മാത്രമല്ല ഈ തടാകത്തിൽ 2 ഡസനോളം പ്രധാന കയ്യേറ്റങ്ങളിൽ നിരവധി അനധികൃത നിർമ്മാണങ്ങൾ ഉൾപ്പെടെ നടന്നിട്ടുണ്ടെന്നും നഗരസഭയും ജില്ലാ ഭരണകൂടവും അന്നൊന്നും ഇതൊരു നടപടി അന്നത്തെ കാലത്ത് എടുത്തിട്ടില്ല. ഇപ്പോഴും അത് സ്വീകരിച്ചിട്ടില്ല. കായലിലേക്ക് വലിയ തോതിലാണ് മാലിന്യങ്ങൾ പലരും ഈ ഫ്ലാറ്റുകളിൽ നിന്നായാലും പലയിടത്ത് നിന്ന്, അതെന്ന് വെച്ചാൽ പുറത്ത് തന്നെ പല സ്ഥലങ്ങളിൽ നിന്ന് കൊണ്ടുവന്ന് എറിയുന്നത് ഈ കായലിലേക്കാണ്. അത്രയ്ക്ക് മാലിന്യമായിട്ട് ഒരു വിഷാംശമായിട്ട് മാറിയിരിക്കുകയാണ് ഈ ജലം എന്ന് പറയുന്നത്. ആ ജലത്തിൻ്റെ ഒരു നല്ല ഒരു ശുദ്ധീകരണം അല്ലെങ്കിൽ എല്ലാം മാറി ആ കായലും ഇപ്പോൾ എന്താ പറയുന്നത്, ഈ ആമയിഴഞ്ചാൽ തോടില്ലേ, അതിനേക്കാളും കഷ്ടമായിട്ടുള്ള അവസ്ഥയാണ് ഈ ഒരു കായൽ മാറി. പണ്ടൊക്കെ അവിടെ ചെന്ന് നിൽക്കുക ഇത്രയും സ്മെല്ലില്ലായിരുന്നു. ഇപ്പോൾ അവിടെയൊക്കെ അതിൻ്റെയൊക്കെ പരിസരങ്ങളിൽ ചെന്ന് നിൽക്കുമ്പോൾ വളരെയധികം വലിയ തോതിലുള്ള വൃത്തിഹീനമായിട്ടുള്ള മണം ഒക്കെയാണ് നമുക്കതിൽ അറിയാൻ നമുക്ക് സാധിക്കുന്നത്. ആക്കുളം കായൽ സമഗ്ര പുനരുജ്ജീവന പദ്ധതിക്കായി 2022 തയ്യാറാക്കിയ പദ്ധതി അന്ന് പാളിപ്പോവുകയായിരുന്നു ചെയ്യുന്നത്. ഇതിനായി 185.23 കോടി രൂപയാണ് അന്ന് അനുവദിച്ചിരുന്നത്. ഇതിൽ 96 കോടി രൂപയുടെ ആദ്യഘട്ട പ്രവർത്തനങ്ങൾക്ക് മന്ത്രിസഭാ യോഗം അംഗീകാരം നൽകിയിരുന്നു. പക്ഷേ 2 വർഷത്തെ കാലാവധിയിൽ നിർമ്മാണം പൂർത്തിയാക്കാനാണ് അന്ന് ലക്ഷ്യമിട്ടത്. 15 വർഷത്തേക്ക് പരിപാലന ചുമതല കൂടി ഏൽപ്പിച്ചുകൊണ്ടുള്ള കരാറാണ് അന്ന് അതിന് വിഭാവനം ചെയ്തത്. കായലിലെ ഫ്ലോട്ടിംഗ് മാലിന്യം നീക്കം ചെയ്യൽ, ഡ്രഡ്ജിങ്, കുളവാഴ നീക്കൽ, കായലിൻ്റെ തോടുകളുടെയും ജലശുദ്ധീകരണ പ്രക്രിയകൾ, എൻട്രൻസ് പ്ലാസ, ഫുഡ് കോർട്ട്, റെയിൽ ഷെൽട്ടർ, വെറ്റ്ലാൻഡ് പാർക്ക്, ഓപ്പൺ എയർ തിയേറ്റർ ഇരിപ്പിടം, ഓപ്പൺ ജിം, ബയോ ഫെൻസിങ്, ടോയ്ലറ്റ്, കാർ പാർക്കിംഗ് തുടങ്ങിയ വാരിക്കോരി നൽകിയ വാഗ്ദാനങ്ങളെല്ലാം അപ്പാടെ മുങ്ങിപ്പോയിരിക്കുകയാണ്. കാരണം ആക്കുളം കായലിനോട് ചേർന്ന് തൊട്ടപ്പുറത്ത് ഒരു ചിൽഡ്രൻസ് പാർക്കുണ്ട്. അത് പിന്നെയും ഒരു തരത്തിൽ പറഞ്ഞാൽ ഒരുപാട് ആൾക്കാരൊക്കെ കുട്ടികളൊക്കെ അവിടെ വരാറുണ്ട്, സഞ്ചാരികൾ വരാറുണ്ട്. അത് പിന്നെയും ഒന്ന് വിപുലീകരിച്ചു. പക്ഷേ ഈ ആക്കുളം കായലിൽ ഇത്രയും 185 ഇത്ര കോടി രൂപ കൊടുത്തിട്ട് പോലും മന്ത്രിസഭാ യോഗം വിളിച്ചുകൂട്ടി അതിൻ്റെ തുടർ പ്രവർത്തനങ്ങൾ നടത്തിയിട്ട് പോലും പലതും അത് മുക്കി എന്ന് തന്നെ പറയാം. അതിൽ ഒരുവിധ ഈ നടപ്പാതയൊക്കെ രൂപീകരിച്ച് പലയിടത്തും ഇല്ല നടപ്പാതകൾ. മാത്രമല്ല പലവിധ ഈ ലഹരി മാഫിയകൾ മറ്റു പല കാര്യങ്ങളും ഇതിൻ്റെ പല ഇടങ്ങളിലായിട്ട് നടക്കുന്നുണ്ട്. മാലിന്യങ്ങൾ വലിച്ചെറിയുന്നുണ്ട്. സത്യം പറഞ്ഞാൽ അവിടെ ഒരു വേറൊരു തരത്തിലോട്ട് ആക്കുളം ആ ഒരു കായലിൻ്റെ പല ഭാഗങ്ങളും പോയിരിക്കുകയാണ്. ആക്കുളം കായൽ ഇനി കുറച്ച് നാളും കൂടെ കഴിഞ്ഞ് 100 ഏക്കർ എന്നുള്ളത് അടുത്ത ഒരു 100 ഏക്കറും കൂടെ കുറഞ്ഞു വെറും 45 ഏക്കറിൽ ഈ ആക്കുളം കായൽ മാറാൻ സാധ്യതയുണ്ട്. അത്തരത്തിലാണ് ഇവിടുത്തെ ഇതിന് ചുറ്റുമുള്ള നിർമ്മാണ പ്രവർത്തികളും ഈ പറഞ്ഞതുപോലെ സ്വകാര്യ വ്യക്തികളുടെ അനധികൃത കയ്യേറ്റവും ഒക്കെ നടക്കുന്നത്. അപ്പോൾ ഇതിന് എത്രയും വേഗം തടയിടേണ്ടുന്ന ആവശ്യകതയുണ്ട്. കാരണം അത് ഇതിനുമായിട്ട് ബന്ധപ്പെട്ട പല സംഘടനകളൊക്കെ അന്നൊക്കെ മുന്നിട്ടിറങ്ങിയത്. പക്ഷേ യാതൊരുവിധ ഇതുമില്ല. നഗരസഭകളിൽ ഇതിൻ്റെ ഈ പറഞ്ഞതുപോലെ പരാതികളും മറ്റുമൊക്കെ പോയിട്ടും അതും യാതൊരുവിധ നീക്കവും അതിൽ നിന്നും ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ്. ഇതിന് ചുറ്റുമുള്ള വളരെ മനോഹരമായ ഒരു സ്ഥലമാണ്. ഒരു പക്ഷേ ടൂറിസം മേഖലയിൽ നമ്മുടെ തലസ്ഥാന നഗരിയിൽ ഏറ്റവും പ്രധാനപ്പെട്ട നല്ലൊരു കേന്ദ്രമാക്കി മാറ്റാൻ പറ്റുന്ന നല്ലൊരു സ്ഥലമായിരുന്നു. കാരണം നമുക്കറിയാം വേളി കടപ്പുറവും ഇതുമായിട്ട് ബന്ധപ്പെട്ട്
അടക്കപ്പെട്ട് കിടക്കുന്നത്. അവിടെ നിന്നുള്ളൊരു ബോട്ടിങ് നേരെ ആക്കുളം കായലിലേക്കുള്ള ബോട്ടിങ്ങും കാര്യങ്ങളും ഒക്കെ ആയിട്ട് വരും. അപ്പോൾ സ്വാഭാവികമായിട്ട് വേളിക്കടപ്പുറം കാണുന്നവർക്ക് ആക്കുളം ത്തേക്കുള്ള ബോട്ടിംഗ് ഒക്കെ വളരെ നല്ല എൻ്റർടൈൻമെൻറ്റ് എന്ന് പറഞ്ഞ സംഗതിയൊക്കെ ആയിരുന്നു ഒരു കാലത്ത് ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ ബോട്ടൊന്നും വരാൻ പറ്റാത്ത രീതിയിൽ അവിടെ ഇങ്ങനെ പായലും ഈ കുളവാഴകളും ഒക്കെ മൂടിക്കിടക്കുകയാണ്. എന്ത് തന്നെയായാലും ഇതിനെ എത്രയും പെട്ടെന്ന് തന്നെ അധികൃതർ ഇതിന് വേണ്ടുന്ന കാര്യങ്ങൾ ഉണ്ടാകേണ്ടുന്ന ഒരു ആവശ്യകത അതിക്രമിച്ചിരിക്കുകയാണ്. മാത്രമല്ല എത്രയും വേഗം ഇതിന് വേണ്ടുന്ന കാര്യങ്ങൾ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ വലിയൊരു വിപത്തിലേക്ക് തന്നെയായിരിക്കും പോകുന്നത്. നമ്മുടെ കായലുകളും നമ്മുടെ ആറുകളും ഒക്കെ മൺമറഞ്ഞു പോവുകയാണെങ്കിൽ ഇത്തരത്തിൽ തലസ്ഥാന നഗരി ഇനിയൊരു പ്രളയം താങ്ങുവാൻ ശേഷിയില്ലാണ്ടാവും. എല്ലാം വെള്ളത്തിൽ മുങ്ങുന്ന ഒരവസ്ഥ, വലിയൊരു പ്രളയത്തിലേക്ക് തന്നെ പോകുന്ന ഒരവസ്ഥയിലേക്കായിരിക്കും പോകുന്നത്.